നമസ്കാരം, ആപ്കെ അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന നേതാവ് ആരാണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ പല വിമർശനങ്ങളിലും ഉൾപ്പെട്ട വ്യക്തിയാണ്. അങ്ങനൊരു നേതാവാണ്, ഇലക്ഷനെ ജയിച്ച വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ പല കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാ ഇന്നത്തെ വിചാരണ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. സീവാൻ ലോക്സഭാ മണ്ഡലത്തിന്റെ MP മുഹമ്മദ് ഷാബി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ഈ നീതിപീഠത്തിന് മുമ്പാകെ ഇരിക്കാൻ നല്ല സൗകര്യം. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുറ്റലോകത്തെ നേതാവാണ് എന്നുള്ളതാണ്. ഇത് സത്യമാണോ? ബീഹാറിൽ താങ്കൾക്കെതിരായിട്ടുള്ള വ്യക്തികൾ താങ്കളുടെ പേര് കേട്ടാൽ തന്നെ പേടിക്കുകയാണെന്ന്. അല്ല, അത് സത്യമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയാ 3 ലക്ഷം വോട്ട് താങ്കൾ കിട്ടുന്നത്? എത്രത്തോളം പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ പോസ്റ്ററുകൾ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ, താങ്കളുടെ ബാനർ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കാണാനില്ല. അതായത് അവിടെയുള്ള ജനങ്ങൾക്കത് ഡിപ്പെൻഡ് ആവുന്നുണ്ട്. അതായത് എല്ലാവരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് വോട്ട്സ്, അവരുടെ ബാനർ ഒട്ടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വോട്ട് താങ്കളെ കിട്ടുക? എതിർക്കുന്ന വ്യക്തികൾ താങ്കളെ ഭയപ്പെടുന്നില്ലേ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് അവരൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഹാൻഡ് ഗ്രനേഡ് തലക്കീഴി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഞാനിപ്പോ അങ്ങയുടെ മുന്നിലിരിക്കുകയല്ലേ, ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും തനിച്ചായിരിക്കും. എന്റെ ഫോട്ടോ ശരിക്കും എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കല്യാണത്തിലായിക്കോട്ടെ, ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ കൂടെ ഒരു 10-15 പേർ ഉള്ളതായിട്ട് കാണാൻ കഴിയില്ല. ഞാൻ എവിടെ പോവാണെങ്കിലും തനിച്ചായിരിക്കും. ഞാൻ അറിഞ്ഞത് താങ്കളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ 10 പേര് എപ്പോഴും താങ്കളോടൊപ്പം കാണുമെന്നാണ്. അവരാണ് തീരുമാനിക്കുന്നത് താങ്കൾ ഏത് വണ്ടിയിൽ പോകണം, എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. സ്കൂളിൽ നിന്ന് 10 പേർ, ഞങ്ങളുടെ സ്കൂൾ സുഹൃത്തുക്കൾ. കോളേജിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കോളേജ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലും അവര് എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഇത് സത്യമാണോ? ഏകദേശം 500 പേരുള്ള ഒരു പടയാണ് താങ്കളെ സംരക്ഷിക്കുന്നതെന്ന്. അത് താങ്കളുടെ പ്രൈവറ്റ് ആർമിയാണോ? ഇപ്പോ എന്റെ കൂടെ അവരാണുള്ളത്. എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. താങ്കൾക്ക് ആരുടെ കൂടെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ സിവാനിലുള്ള പല പോലീസ് സ്റ്റേഷനുകളിൽ താങ്കൾക്കെതിരായി 34 ക്രൈം കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാനിപ്പോ ഇതിനൊരു ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എന്റെ പേരിൽ 8 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകളെക്കുറിച്ച് താങ്കൾ അടുത്ത ചോദ്യത്തിൽ എന്നോട് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാനിന്റെ തോൽ കൈവശം വെച്ചത്, മാനിനെ വേട്ടയാടിയത്. ചോദ്യം വരെ അതുകൊണ്ട് തന്നെ പറയുന്നത്. ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ശരിക്കും ഇല്ലാത്ത സമയങ്ങളിൽ എന്റെ പേരിൽ 8 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ വിശദീകരണം ഞാൻ തന്നെ പറയാം. താങ്കൾ പറഞ്ഞ ഏപ്രിൽ 24-ാം തീയതിയിലെ പ്രശ്നം, പ്രതാപ്പൂരിലുള്ള താങ്കളുടെ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോ അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് എന്റെ പക്കലുണ്ട്. അവിടെ ഉണ്ടായിരുന്ന SP രത്തൻ സഞ്ജയ്, പിന്നെ DM കനേൽ, ഇവർ 2 പേരാണ് റെയ്ഡിന് വന്നിരുന്നത്. താങ്കളുടെ 11 വീടുകൾ പരിശോധിച്ച സമയത്ത് അവിടെ 80 രീതിയിലുള്ള ബോർ ബോംബുകൾ, ഹോസ്റ്റേഴ്സ്, നൈറ്റ് വിഷൻ ഡിവൈസ്, BHF വാക്കി ടോക്കീസ്, സിംഹത്തിന്റെ തോല്, മാനിന്റെ 2 തോലുകൾ, പിന്നെ ജീവനോടെ ഒരു മാനിനെയും പിടിച്ചിരിക്കുന്നു. എന്റെ അടുത്ത് ഇതിനുള്ള വെവ്വേറെ ലൈസൻസ് ഉള്ളപ്പോൾ ഇത് നിയമലംഘനമാണെന്ന് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? വാക്കി ടോക്കിയുടെ കാര്യം നിങ്ങൾ പറയുന്നു, അതിന് ഇന്ത്യൻ ഗവൺമെന്റ് എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞു, അത് ശരിക്കും നൈറ്റ് വിഷന്റെ കാര്യത്തിൽ അതിനും എൻ്റെ അടുത്ത് കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെന്റ് ഉണ്ട് സാർ. ഞാൻ പലതവണ ഇക്കാര്യം ഉറക്കെ പറഞ്ഞതാണ്. വെറുതെ കേസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നവര്, പ്രശ്നമുണ്ടാക്കുന്ന വിചാരിക്കുന്നവര് അങ്ങനെ കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് വ്യത്യസ്തമായ റൈഫിളുകൾ, തോക്കുകൾ, ഓട്ടോമാറ്റിക് ഗൺസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ? എന്റെ കയ്യിൽ ഓട്ടോമാറ്റിക് ഗൺസ് ഇല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ 1932 മുതൽ എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം. എന്റെ വീട്ടിൽ 1932 മുതൽ തോക്കുണ്ട്. അതായത് 1932 മുതൽ തന്നെ തോക്ക് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പോലീസ് എഴുതിയ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, അതായത് SP രത്തൻ സഞ്ജയ് പിന്നെ DMും അവിടെ പോയപ്പോ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അവിടെയുള്ള ജനങ്ങൾ എന്താണ് പരാതി പറഞ്ഞെന്ന് വെച്ചാൽ, ചിലർ കുടുംബങ്ങളിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു, അവരുടെ അടുത്ത് മോഡേൺ വെപ്പൺസ് ഒക്കെ ഉണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് റെയ്ഡ് നടക്കുന്നതെന്നും അവർ പറഞ്ഞു. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ വീഡിയോഗ്രാഫി തെളിവായിട്ടുണ്ടാവണം.
എന്റെ അറിവിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും പരാതി പറയാൻ വന്നിട്ടുണ്ടാവില്ലെന്ന് വേണം കരുതാൻ. അവിടെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്റെ ഗ്രാമത്തിൽ പരാതി കൊടുക്കാൻ മാത്രം ആരുമില്ല. ഡിസ്ട്രിക്ട് മുഴുവൻ ഒരുപക്ഷെ ശിവാനിൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു ഐക്യമുള്ള ഗ്രാമമെന്ന് വേണം പറയാൻ. എന്റെ ഗ്രാമത്തിൽ നിങ്ങൾ പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസം വന്നാൽ പിന്നെ ഞാൻ രാഷ്ട്രീയം പറയുന്നതിലൊരു അർത്ഥവുമില്ലല്ലോ. പോലീസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഗ്രാമത്തിലുള്ള ജനങ്ങൾ താങ്കളോട് എന്തെങ്കിലും സംസാരിക്കാൻ പോലും പേടിക്കുകയാണ്. എന്റെ ഗ്രാമം ടാക്കൂർ വിഭാഗം അധികമായി ജീവിക്കുന്നൊരു ഗ്രാമമാണ്. ടാക്കൂറുകൾക്ക് ഭയം എന്നാൽ എന്താണെന്ന് ഇത് സത്യമാണോ? താങ്കൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഗ്രാമമായ പ്രതാപ്പൂർ ഗ്രാമത്തിൽ വീടിന്റെ പുറകുവശം കുഴിച്ച സമയത്ത് അവിടെ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കിട്ടിയെന്നാണ് പറയുന്നത്. തീർച്ചയായും ഇതൊക്കെ SP ആയിരിക്കും താങ്കളോട് പറഞ്ഞതല്ലേ? അതിനുള്ള ഷൂട്ടും എടുത്തിട്ടുണ്ടാകും, അതിനുള്ള കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അസ്ഥികൂടം ആരുടേതായിരുന്നു? അത് SP ആണ് പറയേണ്ടത്. ഞാൻ 2.5 വർഷമായിട്ട് പുറത്തല്ലേ സാർ. ഞാൻ 2.5 വർഷമായി വീട്ടിൽ പോയിട്ട്. അവരൊരു CD പുറത്തു വിട്ടിരുന്നു. അതിൽ 19 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായ പോസുകളിൽ മാനിന്റെ ശവശരീരത്തിനടുത്ത് ജനങ്ങളിരിക്കുന്ന ഫോട്ടോയായിരുന്നു. അല്ല, ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് പേര് അത് TV-യിൽ കണ്ടുവന്ന് എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന്. താങ്കൾ അത് കണ്ടില്ലേ? ഇല്ല, ശരി, ഞാൻ കണ്ടില്ല. ഞാനത് കാണിക്കാം. ആ ഫോട്ടോസ് കാണിക്കൂ. ഇപ്പോൾ താങ്കളെ നല്ല കാണിക്കാൻ കാര്യമാണ്. പോവുകയാണ്. കാണട്ടെ. ശരി, ഒന്ന് ആ play ഫോട്ടോസ് കാണിക്കൂ. ഈ ഫോട്ടോസിൽ ചത്ത മാന്റെ അടുത്ത് താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളുമാണ് ഇരിക്കുന്നത്. അതും ഒന്ന് കണ്ടോളൂ. ഇത് നിയമം അനുസരിച്ച് കുറ്റമല്ലേ? ആ, കുറ്റം തന്നെയാണ്. അതായത് എനിക്ക് സത്യത്തിൽ ഈ ഫോട്ടോയിൽ സംശയമുണ്ട്. ഒരുപക്ഷേ ഇത് വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ UP-യിൽ ഇതുപോലെയുള്ള രീതികളുണ്ട്. അതായത് കലക്ടർക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സിംഹത്തിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതായത് അത് മാനിറ്ററായി കഴിഞ്ഞാൽ അതിനുള്ള പെർമിഷൻ കൊടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. തീർച്ചയായും പെർമിറ്റ് കൊടുക്കും. അങ്ങനെ UP-യിൽ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അവർ അതിനുള്ള പെർമിറ്റും കൊടുക്കും. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ ഫോട്ടോസ് എങ്ങനെയാണ് വന്നത്? ഈ ഫോട്ടോസ് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് നടന്നത്. ഇതാണ് സത്യം. അല്ല, മാനെ വേട്ടയാടാൻ പോയത് താങ്കൾക്ക് ഓർമ്മയാണോ? അല്ല, ഈ ഫോട്ടോ അല്ല. അങ്ങനെയുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. UP-യിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവർ വേട്ടയാടാൻ പോകുമ്പോൾ ഞാനും അവരോടൊപ്പം പോകാറുണ്ട്. അതും പെർമിഷനോടുകൂടിയാണ് പോകുന്നത്. അതായത് പ്രത്യേകിച്ചും പൂർവാഞ്ചൽ ഭാഗത്ത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഈ ഫോട്ടോസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെയൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ താങ്കൾ? അല്ലല്ല, ഈ ഫോട്ടോസ് ശരിക്കും യഥാർത്ഥത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്ത് ചെയ്യാനാ? ഷബുദ്ദീൻ സാർ, താങ്കളുടെ മേൽ ക്രിമിനൽ കേസ് ഇട്ടത് ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അതുപോലെ പ്രതാപ്പൂരിലുള്ള താങ്കളുടെ വീട്ടിൽ റെയ്ഡ് നടന്നതും ആദ്യത്തെ കാര്യമൊന്നുമല്ല. ചരിത്രം നോക്കുകയാണെങ്കിൽ 1985 സെപ്റ്റംബർ 2-ാം തീയതി, അപ്പോൾ താങ്കളുടെ പ്രായം 18 വയസ്സാണ്. അപ്പോൾ തന്നെ 307 അറ്റംപ്റ്റ് ടു മർഡർ കേസ് താങ്കളുടെ മേലിലുണ്ടായിരുന്നു. ഇത്രയും പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല. എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു കേസ് റെക്കോർഡിലുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ അത് കോളേജിൽ നടന്നൊരു സംഭവമാണ്. സ്റ്റുഡൻസ് പോളിറ്റിക്സ്. ഇത് കോളേജിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. ക്യാമ്പസിന് പുറത്ത് നടന്ന ഒരു സംഭവമല്ല. 34 കേസുകളുണ്ട്. അതിൽ 34ാമത്തെ കേസ് ട്രയൽ കഴിഞ്ഞു. 34 കേസുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോ തെറ്റായ റിപ്പോർട്ട് തന്നതാണ്. ഇത് ശരിക്കും തെറ്റായൊരു കാര്യമാണ്. അതായത് ശിവാനിലുള്ള SP ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള DM ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും കോടതിയിൽ ഈ ഫയലാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് അവർ കുടുങ്ങുന്നത്. അവര് കുടുങ്ങോ താങ്കൾ കുടുങ്ങോ? ഞാനൊന്നിലും കുടുങ്ങിയില്ലല്ലോ. ഏപ്രിൽ 24-ാം തീയതി ഒരു റെയ്ഡ് നടന്നിരുന്നു. പിന്നീട് ജൂൺ 22 അവിടെ പുതിയതായിട്ട് വന്ന DM സന്തോഷ് കുമാർ, അദ്ദേഹവും താങ്കൾക്കെതിരായിട്ട് വാറണ്ട് പുറപ്പെടുവിച്ചു. അതെ, കേട്ടിരുന്നു. അതിനുശേഷം ജൂൺ 24-ാം തീയതി ബ്ലാക്ക് ബഗ് മാനെ കൊന്നതിന് മറ്റൊരു കേസ് കൂടി താങ്കളുടെ പേരിലിട്ടു. അന്ന് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്. നിങ്ങള് കള്ളം പറയാണെന്ന് പറയാനും കഴിയില്ല. ഷാബുദ്ദീൻ സാർ, ഞാൻ അറിഞ്ഞിടത്തോളം ഒരാളുടെ പേരിൽ 34 കേസുകളിട്ട് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ പാവത്താൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഞാനൊരു വലിയ മഠാധിപതിയാണെന്നോ, അല്ല ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നോ
അതുപോലെ എല്ലാം ധൈര്യമായിട്ട് പറയുമെന്നോ ഞാൻ താങ്കൾ പറഞ്ഞു. അത്രത്തോളം ധൈര്യമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റൊരു കുറ്റം കൂടി ആരോപിക്കുന്നുണ്ട്. താങ്കൾ താങ്കളുടെ രാഷ്ട്രീയ പവർ ഉപയോഗപ്പെടുത്തി താങ്കളുടെ കുറ്റങ്ങളിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടുകയാണെന്നും പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അല്ലല്ല, ചോദ്യങ്ങളും ഉണ്ട്. അതിനൊക്കെ മുൻപ്. പക്ഷേ അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള വിചാരണ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സീവാൻ പാർലമെന്റ് എം ആയ മുഹമ്മദ് ഷാബുദ്ദീനോടാണ്. ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയം ഒരു കുറ്റലോകമായി മാറ്റി എന്നുള്ളതാണ്. ഷാബുദ്ദീൻ സാർ, ഈ ലോകം തന്നെ താങ്കളെ കുറ്റവാളി എന്ന് വിളിക്കുന്നത് സത്യമാണ്. താങ്കളുടെ ശത്രുക്കൾ താങ്കളെ ക്രിമിനൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ലാലു യാദവ് മാത്രം താങ്കളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നില്ല. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ കണ്ടിരുന്നു. ലീഡറാണ്. അദ്ദേഹം ഒരു തെറ്റും അങ്ങനെ പറയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി താങ്കളെപ്പോലുള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ആരെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുപോലെ എന്നെയും ആരും ഉപയോഗപ്പെടുത്താൻ വിട്ടിട്ടില്ല. ഞാൻ താങ്കൾക്ക് ഞാൻ ശരിക്കും- റീസെന്റ് എക്സാമ്പിൾസ് പറയാം. അത് ബീഹാറിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. താങ്കൾ ജയിലിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന DM താങ്കളെ ആ ഏരിയയിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 2 വർഷം ജയിലിലായിരുന്നു. ആ സമയത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ക്രിമിനൽ കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതിനുശേഷം ആ കാര്യം കമ്മീഷണർ അറിഞ്ഞു. എന്നിട്ട് കമ്മീഷണർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് വളരെ എമോഷണലായി വളരെ ധൃതിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ തീരുമാനമെടുത്തതാണ്, ഇത് ന്യായമല്ല എന്ന് പറഞ്ഞു. പക്ഷേ സാർ, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫെബ്രുവരി 27 തീയതി ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്, ഇലക്ഷൻ പ്രോസസ്സ് പൂർണ്ണമായും കഴിഞ്ഞ സമയത്ത് റാബ്രി ദേവി വീണ്ടും മുഖ്യമന്ത്രിയായി പദവിയേറ്റു. റിസൾട്ട് വരാൻ തുടങ്ങിയ സമയത്ത് താങ്കൾക്ക് തിരിച്ചു വരാനുള്ള അനുവാദവും അവർ നൽകി. അല്ലല്ല, അനുമതി കൊടുത്തത് ശരിയാണ്. അന്ന് കാലത്ത് ശരിക്കും എന്റെ പേരിൽ മറ്റൊരു ക്രൈം കേസ്, ആക്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിചാരണകളെല്ലാം താങ്കളെ വിടില്ലെന്ന് തോന്നുന്നു. ഒരു വ്യക്തി 2.5 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തു വന്ന് 3 മാസം കഴിഞ്ഞും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നിട്ട് അവന്റെ പേരിൽ 10 കേസും കൊടുത്താലോ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ. ഞാൻ പോലീസിന്റെ കഴിവിനെയോ അവരുടെ ഉദ്ദേശത്തെയോ സംശയിക്കുന്നില്ല. പക്ഷേ പോലീസിൽ പോലും വ്യക്തിപരമായ വൈരാഗ്യം, വ്യക്തിപരമായ പകയൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇതുപോലെ പകരം വീട്ടുന്നുണ്ട്. പക്ഷേ ഇത് സത്യമല്ലേ? താങ്കൾ ഇലക്ഷനെയും മത്സരിക്കുന്ന സമയത്ത് അതിൽ മസിൽ പവർ തീർച്ചയായും ശിവാനിൽ ഉപയോഗിക്കുന്നു. എപ്പോഴും മീഡിയ ഉണ്ടാവും. എപ്പോഴും കോൺട്രവേഴ്സ്യൽ ഇലക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അവിടെ ഫുൾ മീഡിയ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ശിവാനിൽ ഒരേ ഒരു ഫോട്ടോ നിങ്ങൾ കാണിക്കൂ, അതും MLA ഇലക്ഷന്റെ. അതിൽ ബാലറ്റ് ബോക്സ് കൊള്ളയടിച്ചു അങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ടല്ലോ. കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ബീഹാറിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ ശിവാനിൽ ആരെങ്കിലും കാണിച്ചാൽ ഞാനത് അതായത് സമ്മതിക്കും. ബാലറ്റ് ബോക്സ് മോഷ്ടിക്കുന്നതും ബൂത്ത് ക്യാപ്ചറിംഗ് ഇല്ലെങ്കിലും ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ രാഷ്ട്രീയ എതിരാളികളുടെ തല വെട്ടുന്നതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞിടത്തോളം അത്രയൊക്കെ തലകൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ ശിവാൻ ഈ രാജ്യത്ത് തന്നെ വളരെ വലിയ ഒരു മഹാനഗരമായി മാറിയേനെ. പക്ഷെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. 1997 മാർച്ച് 31 തീയതി JNU സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ചന്ദ്രശേഖര പ്രസാദ് താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കൾക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പകൽ സമയത്ത് തന്നെ അദ്ദേഹത്തെ കൊന്നു. എന്റെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ ചന്ദ്രശേഖർ സാറിനോടൊപ്പമാണ് തുടങ്ങിയത്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഈ കാര്യം നന്നായിട്ടറിയാം. ഞാൻ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലുണ്ടായിരുന്നയാളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലുണ്ടായിരുന്നവരാണ്, DAV കോളേജ്. അദ്ദേഹം അവിടുന്നാണ് തുടങ്ങിയത്. പിന്നീട് അവിടുന്ന് ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ JNUവിൽ വന്നു. അവിടെ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഞാൻ MLA ആയി. ഞാൻ വരുന്ന സമയത്തൊക്കെ ചന്ദ്രശേഖറിനോടൊപ്പമാണ് ഞാൻ താമസിക്കാറുള്ളത്. അദ്ദേഹം എന്റെ സീനിയറാണ്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ട ആ സമയത്ത് ഞാൻ ജയിലിലായിരുന്നു സർ. എന്നെ ഏറെ വിഷമിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് കൊല്ലപ്പെട്ടു. അതിൽ എന്നെ ഒരു കുറ്റവാളിയായി മീഡിയ അങ്ങനെ ചിത്രീകരിച്ചു. ഇതിനെക്കുറിച്ച് മീഡിയ അല്ല സർ, മീഡിയ തന്നെ. CBI അല്ല, വന്ന് അല്ല. അവർ അന്വേഷണം നടത്തി. അവര് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. CBIയുടെ ചാർജ് ഷീറ്റിൽ 6 പേരാണ് ഉള്ളത്. അതിലെ മെയിൻ അക്യൂസ്ഡ് താങ്കളാണ്. CBI എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഈ കൊലപാതകം താങ്കളുടെ ഐഡിയയിൽ വന്ന ഒരു പദ്ധതിയാണെന്ന്. അല്ലല്ല, അങ്ങനെ എവിടെയുമില്ല. CBI ഇങ്ങനെ പറഞ്ഞ് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തപ്പോ, അതായത് പോലീസ് തയ്യാറാക്കിയ FIRൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു. CBIയുടെ ഫൈനൽ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാവും. ശരിക്കും ഒരു അക്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഈ കേസിൽ ബെയിൽ പോലും എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ വേറൊരു ജയിലിൽ കഴിയായിരുന്നു. പക്ഷേ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ താങ്കൾക്ക് വളരെ ക്ലോസായ വ്യക്തികളാണെന്നും തെളിയിച്ചു.
ധ്രുവ് ജയ്സ്വാൾ, ആ, റുസ്തം തീർച്ചയായും. മിയാൻ, ഷേഖ് മുന്ന, പിന്നെ മുഹമ്മദ് റിയാസുദ്ദീൻ. അതായത് ദുരുക് ജയ്സ്വാളുമായി എനിക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. ഈ കാര്യം ഞാൻ CBIക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ധ്രുവ് ജയ്സ്വാൾ എൻ്റെ കാർ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ 10 പേരിൽ ഒരു പയ്യൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലുള്ളവനാണ്. ഇത് ഒരു സാധാരണ കാര്യമാണ്. ഒരേ നാട്ടുകാരനാണെങ്കിൽ എനിക്കവനെ അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഇവരെല്ലാം അക്യൂസ്ഡുകളാണെന്ന് CBI ഏത് ചാർജ് ഷീറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്? പറയൂ. FIR-ൽ ഇവരുടെ പേരുണ്ടായിരുന്നത് സത്യമല്ലേ? അവരെ അറസ്റ്റ് ചെയ്തതുപോലും താങ്കളുടെ വീട്ടിൽ നിന്നല്ലേ? അതായത് ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ധ്രുവ് അറസ്റ്റ് ചെയ്തത് MP-യുടെ വീട്ടിൽ നിന്നാണ് 1998 ഞാൻ ഫെബ്രുവരി നിങ്ങളോട് 21 നേരത്തെ തീയതി. പറഞ്ഞതാണ്, എന്റെ ഫ്രണ്ടായിരുന്നു. എന്റെ വണ്ടി ഓടിച്ചതും അദ്ദേഹമാണ്. ഇപ്പോഴും അദ്ദേഹം എന്റെ കാർ ഓടിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ട്രയൽ കേസാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ തീർച്ചയായും കിട്ടും. പക്ഷേ ഈ കേസിൽ താങ്കൾ ഇൻവോൾവ് ആയിട്ടില്ലെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ എല്ലാവരും കേസിൽ അതിൽ ഇൻവോൾവ് ആകാൻ ഒരു ചാൻസും ഇല്ല. അതായത് സത്യം പറയുകയാണെങ്കിൽ ചന്ദ്രശേഖരനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതിനൊരു പാവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഷൗബുദ്ദീൻ സാർ, താങ്കൾ ഏത് ചന്ദ്രശേഖരനെ താങ്കളുടെ സുഹൃത്തെന്ന് പറയുന്നുവോ, അദ്ദേഹത്തിന്റെ അമ്മ താങ്കളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കുണ്ടായിരുന്ന ഒരേ മകനാണ് ചന്ദ്രശേഖർ. അവൻ എന്നെ നന്നായി നോക്കി. എന്റെ ഹൃദയം, എന്റെ ജീവൻ എല്ലാം അവനാണ്. ഇനി ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. എന്നെ കൊന്നാലും പ്രശ്നമില്ല. ഞാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പറയും, ഷഹാബുദ്ദീൻ റൗഡികളെ, വരൂ, വന്ന് എന്നെ കൊല്ലുവെന്ന്. ഈ ലോകത്തിലെ JB ജോക്ക് വരെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് പറയും. വേണ്ട, ദയവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കല്ലേ, നിങ്ങളെ കൊന്നുകളയുമെന്ന്. എനിക്ക് പേടിയില്ല. അദ്ദേഹം താങ്കളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ, അവരെ ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് കേട്ടതാണല്ലോ. വരൂ, വന്ന് ഷൂട്ട് ചെയ്യൊന്ന് ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്യല്ലേ. ഞാനും ഒരു സാക്ഷിയാണെന്ന്. അവരുടെ മുടിയിൽ പോലും ആരെങ്കിലും തൊട്ടിട്ടുണ്ടാവോ? അവരെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. താങ്കൾ പറയുന്നത് കേട്ടാൽ വീരപ്പനെ പോലെ താങ്കൾ ഒരു ഇമേജ് സൃഷ്ടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നെ ആരുമായും താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വീരപ്പനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. സാധാരണ മനുഷ്യൻ, സാധാരണക്കാരനെ പോലെ ചിന്തിക്കുന്നവൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇമേജ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റോബിൻ ഹുഡിനെ പോലെ പണക്കാരുടെ അടുത്തു നിന്നും വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കുന്നത്. എനിക്ക് നിങ്ങൾ പറയുന്ന റോബിൻ ഹുഡിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നയാളാണ്. ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും. പക്ഷേ ഇത് സത്യമാണോ? താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കളോടുള്ള പേടി കാരണം ഡോക്ടേഴ്സ് കൂടുതൽ ഫീസ് വാങ്ങുന്നില്ല. താങ്കളോടുള്ള പേടി കാരണം സ്കൂളിലും വലിയ ഫീസൊന്നും വാങ്ങുന്നില്ല. ഇതിനെയൊക്കെ ഭയമെന്ന് പറയുന്നു. ജനങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടേയില്ല. ഇപ്പോഴാണ് ആദ്യമായി എൻ്റെ വീട്ടിൽ നിന്ന് നീതിപീഠത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ എന്തു പറയാനാണ്? ആര് എന്തൊക്കെ പറയുന്നു? പക്ഷേ ഞാനൊരു വിളക്ക് പോലെയാണ്. സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുക. ഒരുപക്ഷേ ഞാൻ കാരണം എന്തെങ്കിലും നന്മ കിട്ടുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഷഹാബുദ്ദീൻ സാർ, താങ്കളോടുള്ള ചോദ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മുഹമ്മദ് ഷഹാബുദ്ദീനോടുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് ചോദ്യശരങ്ങൾക്ക് നടുവിലുള്ളത് ഷീവാൻ മെമ്പർ ഓഫ് പാർലമെന്റായ മുഹമ്മദ് ഷഹാബുദ്ദീനാണ്. ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷഹാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ പവർ തെറ്റായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷഹാബുദ്ദീൻ സാർ, ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കളുടെ അനുവാദമില്ലാതെ രക്ഷപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇല്ലെന്നാണ്. ഇതെങ്ങനെയാണ് ഞാൻ താങ്കളുടെ മുന്നിൽ തെളിയിക്കുകയെന്ന് എനിക്കറിയില്ല സാർ. ഇത് അങ്ങനെയൊരു ചോദ്യമാണ്. ഇതിനുള്ള യാതൊരു പ്രൂഫും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഞാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്റെ ട്രാൻസ്ഫറിലും ഒരു ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിലും ഞാൻ തലയിട്ടിട്ടില്ല. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന DM താങ്കൾക്കെതിരായിട്ട് വാറണ്ട് ഇഷ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം ട്രാൻസ്ഫർ ആയോ ഇല്ലയോ? കോർട്ട് ഉത്തരവായിരുന്നു. ചീഫ് ജസ്റ്റിസ് അത് പറഞ്ഞു.
അതായത് ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് 5 സ്ഥലത്തുനിന്ന് മാറ്റം കിട്ടിയയാളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ 3 കമ്മീഷണേഴ്സ് ഡിസിപ്ലിനറി പ്രൊസീജിയർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ CR ബീഹാറിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി താരതമ്യം ചെയ്താൽ വളരെ മോശമാണ്. ഷാബുദ്ദീൻ സാർ, 15 വർഷങ്ങളായി താങ്കളുടെ സർക്കാർ ഉണ്ടെങ്കിൽ താങ്കളുടെ എതിരികളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാര് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? ഇപ്പോ താങ്കൾ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വളരെ നീണ്ടതായിരിക്കും. ഞങ്ങൾ വളരെ ചെറിയ ആളുകളാണ്, അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ മറ്റൊരു ഉദാഹരണം താങ്കളെ ഓർമ്മപ്പെടുത്താം. 2001 മാർച്ച് 16 ബച്ചു സിംഗ് മീന, പ്രതാപ്പൂർ SP ഇവര് താങ്കളുടെ വീട്ടിലേക്ക് വന്ന് സെർച്ച് ഓപ്പറേഷൻ നടത്തി. പിന്നെ എൻകൗണ്ടർ നടന്നു. പല കുറ്റവാളികളെ എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നു. താങ്കളുടെ വീട്ടിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഗവൺമെന്റിന് അതിൽ ഇന്റർഫിയർ ചെയ്ത് തീർച്ചയായും തടയാൻ കഴിയുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ബച്ചു സിംഗ് മീന, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം. അവിടെ ഒരു DAV കോളേജ് ഉണ്ട്. അവിടെ ഒരു DSPയുടെ മകൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻസർ ഷീറ്റ് പുറത്തു കൊണ്ടുപോയി അവനെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു. അതായത് പ്രിൻസിപ്പൽ PN പാഠക്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. എനിക്ക് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിതിൽ വളരെ അപമാനമാണെന്ന് പറഞ്ഞു. മറ്റുള്ള കുട്ടികളെല്ലാം സ്ട്രിക്റ്റായിട്ട് എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു പയ്യന് മാത്രം DSP പുറത്തിരുത്തി എക്സാം എഴുതിപ്പിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ ചെന്നതാണ് തെറ്റ്. അതായത് ഒഫീഷ്യൽ പെർമിഷൻ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നു. നിങ്ങൾ എക്സാം ഹാളിലിരുന്ന് വേണം എഴുതാനെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾക്കിതിന് ആരാണ് അധികാരം തന്നതെന്ന് ചോദിച്ചു. അവർ തിരിച്ച് എന്നോടും ചോദിച്ചു. അദ്ദേഹം ഒരു സ്ലിപ്പ് കാണിച്ചു. അതിൽ SP പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് എഴുതിയിരുന്നു. പിന്നീട് വലിയ വാക്ക് തർക്കമുണ്ടായി. ഉന്തും തള്ളും ഉണ്ടായെന്ന് പറയാം. അത് കഴിഞ്ഞ് എന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് സത്യമാണ്, ഇതാണ് ഫാക്ട്, ഇതാണ് സംഭവിച്ചത്. ഇതെല്ലാ കമ്മീഷണർ റെക്കോർഡ്സിലും ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം എന്താന്ന് വെച്ചാൽ, ഒരു എക്സാം ഹാളിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മകനെ ഒറ്റയ്ക്കിരുന്ന് എക്സാം എഴുതുന്നതിനെ എതിർത്തു. ശരി, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചാലും, അതായത് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ താങ്കളുടെ വീട്ടിൽ ഉണ്ടായിരുന്നവർക്കും പോലീസിനും നടുവിൽ എൻകൗണ്ടർ സംഭവിച്ചിട്ടേയില്ലേ? അതായത് ആദ്യം ഇതാണ് ചിന്തിക്കേണ്ടത്, അവരെന്റെ വീട്ടിലുണ്ടായിരുന്നോ അതോ വില്ലേജേഴ്സാണോ? ഇതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ബീഹാർ സർക്കാർ അവർക്ക് ജോലി കൊടുത്തിരുന്നു. അല്ല സാർ, അവിടെ കേൾക്കൂ. അവിടെ 4 പേരുണ്ടായിരുന്നു. അവര് 5 ദിവസം മുൻപാണ് അറബി നാട്ടിൽ നിന്നും ലീവിന് വന്നിരിക്കുന്നത്. അവർക്ക് സർക്കാർ ജോലി കൊടുക്കാമെന്ന് കോടതിയല്ല തീരുമാനിച്ചത്. പക്ഷെ അവരുടെ കുടുംബക്കാരുടെ പേരിൽ 8 കൊലക്കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു, പോലീസിനെ വെടിവെച്ചതായിട്ടാണ് പോലീസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കാം, അല്ലെങ്കിൽ അറബ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കാം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അവര് മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. വീട് പരിശോധിക്കുന്ന സമയത്ത് സാക്ഷികളുടെ മുൻപിൽ വെച്ച് ഷാബുദ്ദീൻ സാർ താമസിക്കുന്ന ആ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ തലയണയുടെ അടിയിൽ നിന്നും മറച്ചുവെച്ചിരുന്ന ഹാൻഡ് ഗ്രനേഡ് ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്താ, എന്റെ തലയണയ്ക്കടിയിൽ നിന്നാണ് എടുത്തത്? താങ്കൾ തലയണയുടെ അടിയിൽ വെച്ചിട്ടാണ് എപ്പോഴും ഉറങ്ങുന്നത്. ഞാൻ വിവാഹിതനാണ്. വിവാഹം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഹാൻഡ് ഗ്രാനേഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. ഞാൻ മാത്രമല്ലല്ലോ പോവുക, എന്നോടൊപ്പം എന്റെ കുട്ടികളും പോകുമല്ലോ. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. 1996 മെയ് 4 സിവാൻ ഡിസ്ട്രിക്ട് SP SK സിംഗിൾ താങ്കളുടെ മേൽ കുറ്റം ആരോപിച്ചു. അതായത് താങ്കൾ അദ്ദേഹത്തെ വെടിവെച്ചു. അതെ, ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനതില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണെന്ന് ഓർക്കണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതും നമ്മൾ നോക്കണം. അതൊക്കെ ഇലക്ഷൻ സമയത്ത് നടന്നതാണ്. 2002 ഡിസംബർ ഉധംപൂർ ഡിസ്ട്രിക്റ്റിലുള്ള IG മൽഹോത്ര 77 പേജുകളുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ അയച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഷാബുദ്ദീൻ ഒരു ഹോട്ട് കോർ ക്രിമിനലാണ്. യശ്വന്ത് മൽഹോത്രയുടെ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ബ്ലഡഡ് മർഡറർ ഷാബുദ്ദീൻ എന്നാണ്. അല്ല, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടൊക്കെ എനിക്കെങ്ങനെ അറിയാനാണ്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പോലെയാണ് എപ്പോഴും പെരുമാറുന്നത്. എന്റെ മുഖം കാണാൻ ക്രിമിനലിനെ പോലെയാണെങ്കിൽ അത് എന്റെ തെറ്റല്ല, ദൈവത്തിന്റെ തെറ്റാണ്. ഒരുപക്ഷെ പെരുമാറ്റം ക്രിമിനലിന്റേത് പോലെയാണെങ്കിൽ അത് തീർച്ചയായും എന്റെ തെറ്റാണ്. അത് ഞാൻ തിരുത്താൻ ശ്രമിക്കാം. ഞാൻ താങ്കൾക്ക് ഓരോന്നായി ആ ഏരിയയിലുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും എന്റെ പക്കൽ വരില്ല. താങ്കൾക്ക് എല്ലാ റിപ്പോർട്ടും കിട്ടും. ഒരു റിപ്പോർട്ടും താങ്കൾ വായിക്കാതൊന്നുമല്ല. ഒരാൾ CK അനിൽ, മറ്റൊരാൾ ബച്ചു സിംഗ് വിന, മറ്റൊരാൾ SK സിംഗൽ, മറ്റൊരാൾ യശ്വന്ത് മൽഹോത്ര. ഈ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും താങ്കളെ മാത്രമേ കിട്ടിയുള്ളൂ, അതായത് കേസ് ഫയൽ ചെയ്യാൻ? അല്ല, ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞതാണ്, എന്റെ മുഖത്തോ രൂപത്തിലോ ദൈവം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്റെ പെരുമാറ്റം, എന്റെ സ്വഭാവം, അത് നിങ്ങൾക്കറിയാൻ പറ്റും.
ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. എന്നെ കാണാൻ ക്രിമിനലിനെ പോലെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നീതിപീഠത്തിന് മുമ്പാകെ ജനങ്ങൾക്ക് താങ്കളോട് എന്താ ചോദിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴൊക്കെ വലിയ സംഭവങ്ങൾ നടന്നാലും എന്തെങ്കിലും അപകടങ്ങൾ നടന്നാലും അപ്പോഴൊക്കെ നിങ്ങൾ ജയിലിലാണ് ഉണ്ടാവാറ്. ഇത് എന്തെങ്കിലും പ്ലാനിങ്ങിന്റെ ഭാഗമാണോ? അതായത് സംഭവം നടക്കുമ്പോൾ ഞാൻ ജയിലുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ ജയിലുണ്ടാവുന്ന സമയത്ത് സംഭവം നടക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു നല്ല ക്രിമിനലിനെ കൊണ്ടേ പറ്റൂ. അല്ല, ഇതുപോലെ കോയിൻസിഡൻസ് കണക്ട് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. എന്റെ ഡിസ്ട്രിക്റ്റിൽ 15 വർഷത്തിനിടയ്ക്ക് ഒരു കിഡ്നാപ്പ് പോലും നടന്നിട്ടില്ല. അതുപോലെ ഒരു പ്ലാൻഡ് കില്ലും ഇതുവരെ നടന്നിട്ടില്ല. ഒന്നുപോലും നടന്നിട്ടില്ല. കുറ്റം ചെയ്യുന്നവർ തന്നെ നേതാവായി കഴിഞ്ഞാൽ പിന്നെ കുറ്റം എങ്ങനെ മാറാനാ? അല്ല, താങ്കൾ ഈ കാര്യം പറഞ്ഞു. ഇതേ കാര്യം പോലീസും പറഞ്ഞു. താങ്കളുടെ കയ്യിലുള്ള ലിസ്റ്റിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ കാര്യമെങ്കിലും പറയൂ. താങ്കളുടെ പിന്നാലെ എല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാ DM-ഉം എല്ലാവരും എന്തിനാണ് വരുന്നത്? അതായത് അത്തരം വാക്കുകൾ ഞാൻ ഈ നീതിപീഠത്തിന് മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ശക്തമായി പ്രതികരിച്ചാൽ അവരെ ISI എന്ന് പറയുന്നു, ചില കാര്യങ്ങളെ എതിർത്താൽ അങ്ങനെ പറയുന്നു, അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരെ ISI എന്ന് വിളിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ഞങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നത്? ഞങ്ങൾക്ക് അവകാശമില്ലേ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് പുറത്തു പറയാൻ? ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ ISI ഏജന്റായി മാറുകയാണ്. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? ദ്വാൻജി പാകിസ്ഥാനിൽ ചെന്ന് ചൈനയെ പ്രശംസിക്കുന്നു, അപ്പോഴൊന്നും ഇങ്ങനെയില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് മൈനോറിറ്റിക്ക് മാത്രം സംഭവിക്കുന്നത്? താങ്കൾ മൈനോറിറ്റിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് വളരെ ക്ലവറായിട്ട് ഇത് ഡീൽ ചെയ്യുന്നതിലാണ് തോന്നുന്നത്. ഞാൻ ഒരിക്കലും, അതായത് ഒരു 15 വർഷമായി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്, അതായത് ഒരു 30 വർഷം സർവീസ് വേണം. ഞാനതിൽ പകുതി സർവീസ് കഴിഞ്ഞു. എനിക്ക് ഒരു ക്ലവർനെസിന്റെയും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എനിക്കൊരു ചാൻസ് തന്നിട്ടുണ്ട് എന്റെ ഡിഫൻസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. എനിക്ക് അതിനുള്ള അവകാശവും വേണം. ഈ കോർട്ട് എനിക്ക് സെൽഫ് ഡിഫെൻഡ് ചെയ്യാനുള്ള അനുവാദം തരുന്ന സമയത്ത് എനിക്ക് അതിനുള്ള അവകാശവും വേണം. നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയണം. അതിനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും താങ്കൾക്കുണ്ട്. പക്ഷെ താങ്കളുടെ മേലുള്ളത് ചെറിയ ചെറിയ ക്രിമിനൽ കേസുകളല്ല, സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളാണ്. രാജ്യദ്രോഹ കുറ്റങ്ങളും താങ്കളുടെ പേരിലുണ്ട്. തീർച്ചയായും. ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇന്ന് ആപ്കി അദാലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഷാബുദ്ദീനോടാണ്. സിവാനിലെ MP ആയ ഇദ്ദേഹത്തിന്റെ മേൽ 34 ക്രിമിനൽ കേസുകളുണ്ട്. ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ദേശദ്രോഹ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഷാബുദ്ദീൻ സർ, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ താങ്കൾ കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ചിലരെ ജോലിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. ആ ലിസ്റ്റിൽ ഫോർമൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഓജ സർ, അദ്ദേഹം താങ്കളെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് താങ്കൾ ഒരു പ്രാവശ്യം കേൾക്കൂ. ഷാബുദ്ദീൻ ഒരു ക്രൂരനായ കുറ്റവാളിയാണ്. കൊലപാതകം, കൊള്ള, കിഡ്നാപ്പിംഗ്, ഇതുപോലെയുള്ള ഏതൊരു വലിയ വലിയ കുറ്റങ്ങളുടെ കാര്യം എടുത്താലും ഇദ്ദേഹം അതൊന്നും തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാതിരിക്കുന്നില്ല. അതിൽ അദ്ദേഹം ഇൻവോൾവ് ആവാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം ഒരു ISI ഏജന്റാണ്. അതിനുള്ള തെളിവുമുണ്ട്. ഇന്ന് CBI പോലും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവരവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡൽഹി പോലീസിന്റെ മുന്നിൽ ഒരു തെളിവ് വന്നിട്ടുണ്ട്. അൽഖ്വയ്ദയായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന്. അൽഖ്വയ്ദ, അതുപോലെ കാശ്മീരിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മുഖേന അദ്ദേഹത്തിന് AK-47 പോലെയുള്ള വെപ്പണുകളൊക്കെ കിട്ടുന്നുണ്ട്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ബീഹാർ സർക്കാരിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ്. ആ സർക്കാരിന്റെ ഒരു DGP. ആ സർക്കാരിന്റെ പാർട്ടിയിലല്ലേ താങ്കളും ഉള്ളത്? അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചയാളാണ്. അദ്ദേഹം ഇലക്ഷനിൽ ജോലി എന്ന് പറഞ്ഞു വിട്ടാ പിന്നെ അദ്ദേഹം ഇലക്ഷനിൽ നേരത്തെ അതിലുണ്ടായിരുന്നയാളാണ്. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ, അതിന് അടുത്ത് തന്നെ എന്റെയും സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം മൊസാദ് ഏജന്റാന്ന് പറഞ്ഞു. അദ്ദേഹം ഏജന്റ് ആയില്ലല്ലോ. അതിനൊക്കെ ഒരു പ്രൂഫ് വേണം സാർ. അതുകൊണ്ട് ഇപ്പൊ എന്താ പറയുന്നത്? അതൊക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആംബിഷനായിരുന്നു. ഇപ്പോൾ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പാർലമെന്റിൽ 1700 1800 വോട്ട് മേടിച്ചു. സോ പബ്ലിക് അദ്ദേഹത്തെ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ. അദ്ദേഹം പറഞ്ഞത് എന്താ വന്നെന്ന് വെച്ചാ, ലാലു യാദവ് താങ്കളെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടിയാണ് താങ്കളെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി DGPയെ ഉപയോഗപ്പെടുത്തിയതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ പറയാമെന്ന കാര്യം പറയാം. ഈയിടയ്ക്ക് UPയിൽ ഒരു കേസ് നടന്നിരുന്നു. UPയുടെ എക്സ് ചീഫ് മിനിസ്ട്രി, അതായത് ചീഫ് സെക്രട്ടറി,
അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. അവിടെയും റെയ്ഡൊക്കെ നടന്നിരുന്നു. താങ്കൾ ബീഹാറിനെ കുറിച്ച് അല്ലല്ല, ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കും. പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്റെ ബന്ധുക്കളും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ഞാൻ ശരിയല്ലേ? താങ്കളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹം താങ്കളെ ജയിലിലേക്ക് അയച്ചു. അതിനുശേഷം അദ്ദേഹത്തെ DGP പോസ്റ്റിംഗിൽ നിന്ന് എടുത്തു കളഞ്ഞു. അല്ല, അദ്ദേഹം സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അങ്ങനെ ഒരു മത്സരിച്ചിരുന്നു. സിറ്റുവേഷൻ ഇല്ല, സൃഷ്ടിക്കപ്പെട്ടതാണോ? അങ്ങനെയൊന്നുമില്ല. ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് JDUവിൽ ഒരു ടിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ JDU പറഞ്ഞു ശിവാനിൽ നിൽക്കുകയാണെങ്കിൽ തരാമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ശിവാനിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്ന്. അവർ അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ബഗുസറയിൽ കണ്ടക്ട് ചെയ്തത്. DGP സാർ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അൽഖ്വയ്ദ കൂടെ കണക്ഷനുണ്ട്, ISIക്കൊപ്പം കണക്ഷൻ അതായത് ഉണ്ട്. ഞാൻ ജയിലിലായിരുന്നപ്പോഴാണ് അദ്ദേഹം അലിഗേഷൻ ചെയ്തത്. മനുവർ ഹുസൈൻ റാണ ഒരു കവിയാണ്. അദ്ദേഹം എനിക്ക് എഴുതി അയച്ചിരുന്നു. അദ്ദേഹം എഴുതിയത് എന്നെ ISI എന്ന് മുദ്ര കുത്തി കൊടുക്കാൻ പോവുകയാണെന്നാണ്. എന്റെ വീട്ടിലുള്ളൊരു പാത്രത്തിൽ ISI എന്ന് എഴുതിയിരുന്നു. നിങ്ങൾ ആ ISI ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെങ്കിൽ അത് ഞാനാണ്. ഇത് ഞാൻ സമ്മതിക്കാം. 1999 ഫെബ്രുവരി 7 തീയതി ഹിസ്ബുൾ മുജാഹിദീനിൽ ചേർന്ന ടെററിസ്റ്റായ മുസ്താഖ് അഹമ്മദ് അയാളെ അറസ്റ്റ് ചെയ്തു. വിചാരണ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. അദ്ദേഹം തീവ്രവാദികളുടെ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുമെന്നും പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ താങ്കളാണ് ചോദിക്കുന്നത്. ഞാൻ കാശ്മീരിൽ കുറഞ്ഞ പക്ഷം 500 കുട്ടികളെ എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡോക്ടേഴ്സായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 500 കുടുംബങ്ങളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരുടെ വീടുകളിലേക്ക് ഞാൻ ഇന്നും പോകുന്നുണ്ട്, നാളെയും പോകും, എപ്പോഴും പോകും. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പഴയ ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 500 ഡോക്ടേഴ്സ് എന്ന് അതിലാരെങ്കിലും പറയുന്നത് ഹിസ്ബുൾ സാധാരണ കാര്യമല്ല. മുജാഹിദിന്റെ കമാൻഡർമാരുണ്ടോ? അങ്ങനെ ആരെങ്കിലും? അല്ലല്ലല്ല, ഒരുപാട് പേർ DUവിൽ പ്രൊഫസേഴ്സ് ആയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യം പുറത്തു വന്നിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഒരാളിപ്പോ DUവിൽ പ്രൊഫസറാണെന്ന് വെച്ചോളൂ. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യം പുറത്തു വന്നിരിക്കാം. നമ്മുടെ പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയത്ത് അതുമായി ലിങ്ക് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ തലയിടാൻ താങ്കൾക്ക് ആഗ്രഹിക്കുന്നില്ല. ബന്ധമുണ്ടോ ഇല്ലയോ? ഞാൻ 500 കുടുംബങ്ങളിൽ നിന്ന് 500 ഡോക്ടേഴ്സിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആ 500 കുടുംബങ്ങളെയും അറിയാം. ആ 500 കുടുംബങ്ങളിൽ എത്ര മുസ്താഖുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ 500 ഡോക്ടർമാരെ സൃഷ്ടിക്കുമ്പോ താങ്കൾ ഒരു തീവ്രവാദിയെ സൃഷ്ടിച്ചാൽ പോലും അത് രാജ്യത്തിന് ദോഷമല്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് രജിത് സാർ. ഞാനായിരിക്കും ആദ്യത്തെ വ്യക്തിയായി നിൽക്കുക. അതായത് നമ്മുടെ നാട്ടിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, അതായത് കാർഗിൽ വാർ, എന്റെ അടുത്ത് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്. ഞാൻ നേരിട്ട് പോയി റെപ്രസെന്റേഷൻ കൊടുത്തു. ഞാൻ ഒരു NCC ട്രെയിൻഡായ വ്യക്തിയാണ്. സ്കൂളിൽ, കോളേജിൽ എനിക്ക് തോക്കുപയോഗിക്കാൻ അറിയാം. ഞാൻ ആദ്യ പാർലമെന്റേറിയനായി നിൽക്കും. ഇത് പറഞ്ഞത്, അതായത് നമുക്കും അവസരങ്ങൾ ലഭിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കണമെങ്കിൽ അതിർത്തിയിൽ ചെന്ന് മരിക്കണമെന്ന് പറഞ്ഞു. എന്റെ പക്കൽ ആ റിക്വസ്റ്റ് ലെറ്ററും ഉണ്ട്, അതിനുള്ള റിപ്ലൈ വന്ന ലെറ്ററും കയ്യിലുണ്ട്. അതുപോലെ എന്റെ അടുത്തൊരു ലെറ്റർ ഉണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ, ഷാബുദ്ദീൻ സാർ ശ്രീനഗറിൽ പോയിരുന്നു. അവിടെ മുസ്താഖിന്റെ വീട്ടിൽ ഹിസ്ബുൾ കുബ്ബാര ഡിവിഷൻ കമാൻഡർ ഫാറൂഖ് മീറിനെ കണ്ടുമുട്ടി. ആ മീറ്റിംഗിൽ എനിക്ക് സെൽഫ് ഡിഫൻസിന് വേണ്ടി ആയുധങ്ങൾ ആവശ്യമുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. സോ അത് അംഗീകരിച്ചുകൊണ്ട് 2001 വീണ്ടും ഒരു പ്രാവശ്യം കൊല്ലാനുള്ള ആയുധങ്ങളുടെ ഒരു ഷിപ്മെന്റ് താങ്കൾക്ക് അയച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം AK-47 പിസ്റ്റൾസ്, പിന്നെ കാട്രിഡ്ജസ്, ഇതെല്ലാം പഴക്കൂടയിലാണ് അയച്ചത്. അല്ലല്ല, അതായത് എന്റെ പക്കൽ എന്റെ സ്വന്തം റൈഫിളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. പക്ഷേ ഈ ന്യൂസ് മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വന്നതാണ്. താങ്കൾ എതിർത്തില്ലല്ലോ? ഇല്ല, അതിനെക്കുറിച്ച് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ഇതിൽ പങ്കെടുക്കാൻ നോട്ടീസ് കിട്ടിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നവരെ ഞാൻ ഒന്നും മിണ്ടില്ല. ചോദിക്കാതെ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോലും പോവില്ല. പിന്നെങ്ങനെയാണ്? ആപ്കി അദാലത്തിൽ ഷാബുദ്ദീൻ പറഞ്ഞ ഈ വാക്കുകൾക്ക് ജഡ്ജി എത്രത്തോളം വില കൽപ്പിക്കുന്നുവെന്ന് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് രാഷ്ട്രീയ കുറ്റങ്ങളിൽ വലിയൊരു സിംബലായി മാറിയ മുഹമ്മദ് ഷാബുദ്ദീനോടായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന 34 ക്രിമിനൽ കേസുകളെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ആ തരുണമാണ്. ജനങ്ങളുടെ ജഡ്ജിയായ ഫോർമൽ DGP പ്രകാശ് സിംഗിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. മെമ്പർ ഓഫ് പാർലമെന്റ് മുഹമ്മദ് ഷാബുദ്ദീന്റെ മേൽ ഉന്നയിക്കപ്പെട്ട കുറ്റാരോപണങ്ങൾ സംബന്ധിച്ച്
പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളെയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഡിഫൻസും ശ്രദ്ധയോടെ പരിശോധിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് നേരെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ലംഘനം, അതുപോലെ ആംസ് ആക്ട് അനുസരിക്കാതിരിക്കൽ, 2 കുറ്റങ്ങളാണ് ശക്തമായി നിലനിൽക്കുന്നത്. കാരണം അദ്ദേഹം നിരത്തിയ വിശദീകരണങ്ങൾ എനിക്ക് വിശ്വാസയോഗ്യമല്ല. ഇതോടൊപ്പം തന്നെ ചന്ദ്രശേഖർ കൊലപാതകം സംബന്ധിച്ചും അദ്ദേഹത്തിനെതിരായി തെളിവുകൾ വളരെ ശക്തമായി തന്നെയുണ്ട്. അതുകൊണ്ട് ഈയൊരു കാര്യത്തിൽ CBI ഇനിയും ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസിന് നേരെ വെടിവെപ്പ് നടത്തിയ കുറ്റവും കഠിനമായ ഒന്നാണ്. അദ്ദേഹം നേരിട്ട് നടത്തിയില്ലെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റായ അദ്ദേഹത്തിന്റെ കൂട്ടാളിയാണ് വെടിവെച്ചത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മതിയായ അളവിൽ കൺവിൻസിംഗ് അല്ല. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പല ചോദ്യങ്ങളും ചോദിച്ചു മുഹമ്മദ് ഷാബുദ്ദീനോട്. സീവാലിന്റെ MP ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മേൽ പല കുറ്റങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.